അച്ഛൻ എനിക്കൊരു സിഗരറ്റ് തരുമോ? അയ്യോ ഉണ്ണി, എന്താ ഇത്? അച്ഛനോടാണോ സിഗരറ്റ് ചോദിക്കുന്നത്? സോറി. എന്നാ അമ്മ എനിക്കൊരു സിഗരറ്റ് തരുമോ? ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? സിഗരറ്റ് ഒന്നും ചോദിക്കരുത്, അത് തെറ്റാ. തെറ്റാ? ആ. എന്നാ വീട് മതി. മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. സിഗരറ്റ് വലിക്കുന്നത് കുറ്റകരമാണെന്ന് അറിയില്ലടാ റാസ്കൾ. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? അറിയാം സാർ, എനിക്ക് ഏത് സ്ഥലത്ത് നന്നായിട്ട് സിഗരറ്റ് വലിക്കാൻ അറിയാം. എടോ, ഇവിടെ ഒന്നും വലിക്കാൻ പാടില്ലെന്ന്. ഇവിടെ ഒന്ന് സുഖമായിട്ട് വലിക്കാം. ഞാൻ കണ്ടോ? ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. എടുക്കട കാശ്. ഒന്ന് വലിച്ചാൽ 500, 2 വലിച്ചാൽ 1000. എത്രേ? 1500. ഇപ്പോഴോ 2000. അയ്യോ, കൈക്കൂലി ചോദിക്കണേ. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. അളിയൊരു 2 പപ്പ് നോക്കട്ടെ. ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ചേട്ടാ, ഒരു പാക്കറ്റ് ബീഡി. ബീഡിയല്ല ചേട്ടാ, 2 വലിച്ച് സിഗരറ്റ്. പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഒരു പാക്കറ്റ് ബിൽസ് 2 ആക്കിക്കോ. 3 ആയിക്കോട്ടെ. 7 തീപ്പെട്ടി. എന്താ വെടിക്കെട്ടുണ്ടോ? പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷെ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ. ശരിക്കിരുത്ത്, ചങ്കി ചെല്ലട്ടെ. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. ദൈവമേ, വടിയായ അളിയാ. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. പുക വലിക്കുന്ന ആരോഗ്യത്തിന് ഹാനികരമാണ്. സ്മാർട്ട് ആകൂ, പുകയിലെ അകറ്റി നിർത്തൂ. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും.